കഥ ഭർത്താവ് ഭാഗം 37. ശ്യാംസുന്ദർ എന്തോ തിരഞ്ഞപ്പോൾ മേശപ്പുറത്ത് ചിതറി വീണുപോയ പുസ്തകങ്ങളും ന്യൂസ് പേപ്പറുമൊക്കെ ഒതുക്കി വയ്ക്കുകയാണ് ശ്രീലേഖ. ശ്യാംസുന്ദർ ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുന്നതിനാൽ അവൾ അടുക്കി വയ്ക്കുന്ന പത്രത്തിൻ്റെയൊക്കെ താളുകൾ കാറ്റിൽ വീണ്ടും വീണ്ടും പിടഞ്ഞുയർന്നുകൊണ്ടിരുന്നു. ഫാനിൻ്റെ സ്പീഡ് ഇത്തിരി കുറച്ചേക്കട്ടെ ശ്യാമേട്ട, അവൾ ചോദിച്ചു. അവൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ തല തിരിച്ചു അവളെ നോക്കിയ ശേഷം അവൾ എന്താണ് ചെയ്തും കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ ചോദിച്ച ചോദ്യത്തിന് സമ്മതം നൽകും പോലെ തിരിഞ്ഞു കിടന്നു. അവൾ ചെന്ന് ഫാനിൻ്റെ സ്പീഡ് അല്പം കുറച്ച ശേഷം ബെഡിൻ്റെ മറുവശത്ത് ചെന്ന് അവൻ ഉറങ്ങിക്കഴിഞ്ഞോ എന്ന് നോക്കി. ശ്യാംസുന്ദർ കണ്ണു തുറന്നു നോക്കിയതും അതേ നിമിഷത്തിൽ തന്നെയായിരുന്നു. അവൻ മുഖം ചലിപ്പിക്കാതെ കണ്ണുകൾ മാത്രം തുറന്ന് അവളോട് എന്തിയെന്ന ആംഗ്യം കാട്ടി. ഒന്നുമില്ല, ശ്യാമേട്ടൻ ഉറങ്ങിയോ എന്ന് നോക്കിയതാ, അവൾ പറഞ്ഞു. നിനക്കെന്താ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നോട്? അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ അവന് അങ്ങനെയാണ് തോന്നിയത്. ശ്രീലേഖ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോടി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അവൻ പതിയെ ലഹരിയിൽ ആണ്ടുപോയ കണ്ണുകൾ അടച്ചു. ചോദിച്ചോട്ടെ, ശ്യാമേട്ടന് വേറൊന്നും തോന്നല്ലേ? ഇല്ലടി, നീ എന്താ ഇത് അയൽപക്കത്തെ വീട്ടിൽ ചെന്ന് അവിടെയുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കും പോലെ എന്നോട് സംസാരിക്കുന്നത്? വല്ലതും പറയാനുണ്ടെങ്കിൽ തുറന്ന് ചോദിച്ചോണം. അവൻ ഒന്ന് ഇളകിക്കിടന്നു. ശ്യാമേട്ടൻ ഇന്നോ ഇന്നലെയോ മറ്റോ അവിടെ പോയിരുന്നോ നമുക്ക് വിസ തരാമെന്ന് പറഞ്ഞ എയർ ട്രാവൽസിൽ? അവൻ്റെ പ്രതികരണം ഏത് വിധമാകുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മടിച്ചാണ് ചോദ്യം. ഇല്ല, എന്താ? കാശ് കൊടുത്താലുടൻ വിസ കിട്ടുമെന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്? ശ്യാമേട്ടൻ അവർ പറഞ്ഞ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ടുമുണ്ടല്ലോ. ഉണ്ട്, അതിന് ഇനിയും പൈസ വേണ്ടിയില്ല ശ്യാമേട്ട. ടിക്കറ്റിനുള്ള പൈസ നമ്മൾ കരുതി വയ്ക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് അവർ അറിയിച്ചാൽ നമ്മൾ കിടന്ന് കാശിനോടാതെ എൻ്റെ സ്വർണം എന്തെങ്കിലും പണയം വെച്ചിട്ടോ വിറ്റിട്ടോ കാശ് കരുതി വയ്ക്കാം നമ്മൾക്ക്. ശ്യാംസുന്ദർ പെട്ടെന്ന് അവൾക്ക് അഭിമുഖമായി കൊടുങ്കൈ കുത്തി തിരിഞ്ഞു കിടന്നു. കൊള്ളാമല്ലോടി നീ, അവൻ അവളെ നോക്കി ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂട്ടി. ആരുടെ ബുദ്ധിയാടിയത്? നിൻ്റെയോ നിൻ്റെ അമ്മയുടെയോ? ഏതായാലും നിൻ്റേതാവാൻ സാധ്യതയില്ല. കാരണം വക്രബുദ്ധി എന്നൊരു സാധനം നിനക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നിൻ്റെ അമ്മയുടേതാവാനേ വഴിയുള്ളൂ. അക്കാര്യത്തിൽ അതിവിദഗ്ധയാണല്ലോ അവർ. ശ്യാമേട്ട, ഞാൻ ചോദിച്ചത് പെട്ടെന്നൊരു നിമിഷം ശ്യാമേട്ടൻ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കരുതല്ലോ എന്ന് കരുതി മാത്രമാണ്. അല്ലാതെ അമ്മ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ശ്യാമേട്ടനോട് അത് ചോദിച്ചത്. എനിക്കെന്തെങ്കിലും കാര്യം ശ്യാമേട്ടനിൽ നിന്ന് അറിയണമെങ്കിൽ അത് ചോദിക്കാൻ എന്നോട് അമ്മ ആവശ്യപ്പെടണോ? ഹേയ്, പിന്നെ അതെനിക്കറിയരുതോ? അങ്ങനൊന്നും അമ്മ പറഞ്ഞാൽ അനുസരിക്കുന്നവരുള്ളല്ലോ നീ, അല്ലേ? ശ്രീലേഖ അതിന് മറുപടി പറഞ്ഞു. സംസാരം തുടരാൻ ഇഷ്ടമില്ലാത്ത വണ്ണം മുഖം തിരിച്ചു. നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല നിനക്കും കാണും എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും നാട് കടത്തി കിട്ടിയാൽ കൊള്ളാമെന്ന്. ഉള്ളത് പറഞ്ഞാൽ നിന്റെ അമ്മയേക്കാൾ തിടുക്കപ്പെട്ട് നിൽക്കുന്നത് നീയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അഭ്യാസമാണല്ലോ നീ ഇപ്പോൾ വന്ന് നിന്ന് എൻ്റെ മുമ്പിൽ കാണിച്ചത്. അഭ്യാസമോ? എന്തഭ്യാസം ശ്യാമേട്ട? ശ്യാമേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞ അറിവല്ലേ ശ്യാമേട്ടന് ഗൾഫിലേക്ക് പോകണമെന്നും അതിന് വിസയ്ക്കും ടിക്കറ്റിനും പൈസ വേണമെന്നും. വിസയ്ക്കുള്ള കാശ് കൊടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ടിക്കറ്റിനുള്ള പൈസ നമ്മൾ കയ്യിൽ കരുതണ്ടേ എന്ന് ഞാൻ ശ്യാമേട്ടനോട് ചോദിച്ചതാണോ അഭ്യാസം? അതേടി, അത് അഭ്യാസം തന്നെയാ. വിസയ്ക്കും ടിക്കറ്റിനും പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിനുള്ള പൈസയ്ക്ക് സമയമാകുമ്പോൾ ഞാൻ പറയും. അപ്പോൾ വേണം നീ പണയം വെച്ചോ വിറ്റോ ഒക്കെ അതുണ്ടാക്കി തരേണ്ടത്. ഇതൊന്നുമല്ല കാര്യം.
നിങ്ങൾക്ക് അമ്മയ്ക്കും മക്കൾക്കും ഇപ്പോൾ ഞാനിവിടെ നിന്ന് മാറിത്തരണമെന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും ദൂരെ ജോലിക്ക് പോയി സമ്പാദിച്ചും കൊണ്ട് വന്നോണം. ഞാനിവിടെ നിന്നും പോയിട്ട് വേണമല്ലോ നിനക്കൊക്കെ അഴിഞ്ഞാട്ടത്തിന് ഇറങ്ങാൻ, അല്ലടി? അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. ശ്യാമേട്ടാ, ശ്രീലേഖ ഒരു ഞെട്ടലോടെ വിളിച്ചു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്യാമേട്ടന് കുറച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കണേ. ശ്യാമേട്ടൻ പറഞ്ഞ വാക്ക് ഇവിടെ ആർക്കും ചേർന്ന വാക്കല്ല. അല്ലേടി? നിന്റെ ചരിത്രമൊന്നും നീ എന്നെക്കൊണ്ട് വിളമ്പിക്കല്ലേ. നാറിപ്പോകും നീ ശ്യാംസുന്ദരിൻ്റെ മുൻപിൽ. നീ മാത്രമല്ല, നിന്നെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടിവെച്ച സകലതും. ശ്യാമേട്ടൻ പറയും പോലെ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ നാറിപ്പോകേണ്ട ചരിത്രം ചുമക്കുന്നവളല്ല ശ്യാമേട്ടൻ്റെ ഭാര്യ. അതിനി മേലിലും ഉണ്ടാവത്തുമില്ല. നാണമുണ്ടോടി നിനക്ക് എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പച്ചക്കള്ളം കുടഞ്ഞിട്ട് തരാൻ? വർഷങ്ങളോളം ഏതോ ഒരുത്തൻ്റെ ചിലവിൽ കഴിഞ്ഞിരുന്നല്ലോടി നീയും നിൻ്റെ കുടുംബവും. ആരായിരുന്നടി അവൻ? നിൻ്റെ കൂടപ്പിറപ്പായിരുന്നോ? അതോ ബന്ധുക്കാരനായിരുന്നോ? അതുമല്ലെങ്കിൽ നിങ്ങൾ മക്കളുടെയും അമ്മയുടെയും സങ്കടം കണ്ട് മനസ്സലിഞ്ഞ അയൽക്കാരനായിരുന്നോ? ഇതൊന്നുമല്ലായിരുന്നല്ലോ ആ തെണ്ടി. എന്നിട്ടും അവന് ആൺതുണയില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങളെ തന്നെ സംരക്ഷിച്ചേ പറ്റൂ. സ്വന്തം ജാതിയും മതവും പോലും അല്ലാത്ത അവൻ എന്തിനായിരുന്നടി രാപ്പകലില്ലാതെ ഈ വീട്ടിൽ കയറി ചവിട്ടിത്തേച്ചത്? കുറച്ച് മനുഷ്യർ ആശ്രയമില്ലാതെ ഉയർന്നത് കണ്ടിട്ടോ? അങ്ങനെ ആശ്രയമില്ലാത്തവരെ സഹായിക്കാനായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് പേരുണ്ടായിരുന്നല്ലോടി അവന് സഹായിക്കാൻ. അവിടെങ്ങും പോകാതെ ഈ വീട് തന്നെ അവൻ ലക്ഷ്യം വെച്ചത് എന്തിനായിരുന്നടി? നിന്നെ കണ്ടിട്ട്, നിന്റെ ഒരുത്തിയെ കണ്ടിട്ട് അല്ലെന്ന് പറയാവൂടി നിനക്ക്? നീ പറയില്ല, അതിനിമ്മിണി പുളിക്കും. അമ്മയും മക്കളും ചേർന്ന് ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ സമ്പാദ്യം മുഴുവൻ വർഷങ്ങളോളം ഒരുളുപ്പുമില്ലാതെ വെട്ടി വിഴുങ്ങി തിന്നിട്ട് അവളെൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, കണ്ടില്ലേ, ഭർത്താവിന് മുമ്പിൽ നാറിപ്പോകേണ്ട ചരിത്രം ചുമക്കുന്നവളല്ല അവളെന്ന്. നിന്റെ തൊലിക്കൊട്ടി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നേടി. അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചു. ഒരു ആട്ടാമ്പുഴി തൻ്റെ ശരീരത്തിൽ സ്പർശിച്ച അറപ്പാണ് അപ്പോൾ അവൾക്ക് തോന്നിയത്. അവൻ കൈയെടുക്കാൻ വേണ്ടി അവൾ ഒന്ന് കുതറിയെങ്കിലും അവൻ്റെ കൈക്ക് കരുത്ത് കൂടുതലുള്ളൂ. എന്താടി അറയ്ക്കുന്നോ നിനക്ക് ഇപ്പോൾ എന്നെ? അവൻ്റെ കൂടെ പൊറുക്കാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയവളല്ലടി നീ. നീ അങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങി ചെല്ലണമെങ്കിൽ അവൻ്റെ കൂടെ നീ അഴിഞ്ഞാടി നടന്നിട്ടില്ലെന്ന് എന്താടി ഉറപ്പ്? അവസാനം ഈ വിഴിപ്പെടുത്ത് എൻ്റെ ചുമലിലേക്ക് വെച്ചു തന്നു നീയല്ലേ? അവൻ പല്ലുകൾ ഞെറുമി. ശ്രീലേഖ തൻ്റെ തോളിൽ വച്ചിരുന്ന അവൻ്റെ കൈ ഒറ്റത്തട്ടിന് ദൂരേക്ക് തെറിപ്പിച്ചു. ഛി! അവൾ ചീറി. എടി! അവളെ പിടിക്കാനായി വീണ്ടും അവൻ കൈനീട്ടി. തൊട്ടുപോകരുതെന്നെ. തൻ്റെ ഈ വൃത്തികെട്ട കൈകൊണ്ട് ഇനി എന്നെ സ്പർശിച്ചു പോകരുത്. ശ്രീലേഖയുടെ ചുണ്ട് വിരൽത്തുമ്പ് അവൻ്റെ മുഖത്തിന് നേർക്ക് നിന്ന് വിറഞ്ഞു. തൊട്ടാൽ നീ എന്തു ചെയ്യുമേടി? അവനും വാശിയായി. അവൻ മുന്നോട്ട് വരുംതോറും അവൾ പിന്നോട്ട് മാറിക്കൊണ്ടിരുന്നു. അവസാനം അവൾ ചെന്ന് ഭിത്തിയിൽ തട്ടി നിന്നു. ശ്യാമേട്ടാ, മാറി നിൽക്ക്. ഞാനാ പറയുന്നത്, എന്നെ തുടരുത്. മാറി നിൽക്കാൻ. ദൂരേക്ക് മാറാൻ അവൾ ആംഗ്യം കാട്ടി. നിന്നെ തൊട്ടാൽ നീ എന്തു ചെയ്യും? എന്നാൽ അതൊന്ന് കാണണമല്ലോ. എൻ്റെ ശരീരത്ത് നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൾ അലറി. തലവഴി പുതപ്പിട്ട് മൂടിയിരുന്ന ശ്രീകുട്ടൻ ചാടി എണീറ്റ് സുനിതയുടെ അടുത്തേക്ക് ചെന്നു. അവളും കേട്ടിരുന്നു ശ്രീലേഖയുടെ അലർച്ച. ചേച്ചി! ശ്രീകുട്ടൻ വിറച്ചും കൊണ്ട് സുനിതയോട് ഒട്ടി നിന്നു. സുനിത പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തു വന്നു. അവിടെ സരോജിനിയമ്മ നിൽപ്പുണ്ടായിരുന്നു. ശ്രീലേഖയുടെ മുറിയിൽ നിന്നും പടക്കം പൊട്ടുപോലെ ഒരടിയച്ച് കേട്ടു. ശ്യാംസുന്ദറിൻ്റെ മുഖത്തടിച്ച് കൈ കുടഞ്ഞിട്ട് ശ്രീലേഖ അവനെ പകയോടെ നോക്കി. അവൾക്ക് കൈ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. തൊട്ടുപോകരുത് ഇനി എന്നെ.
നിങ്ങൾ തുടരരുതെന്ന് ഞാൻ പറഞ്ഞാൽ തുടരരുതെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു. എന്നാൽ മിന്നൽ പോലെ അവൻ അവളുടെ മുടിക്കുത്തിൽ കയറി പിടിച്ചു. തലയോട്ടിയിൽ നിന്ന് മുടി അപ്പാടെ പറിഞ്ഞു പോകുന്ന വേദന വന്നപ്പോൾ അവൾ അമ്മയെന്ന് നിലവിളിച്ചു. സുനിതയെ സരോജിനി അമ്മ തടഞ്ഞു നിർത്തിയെങ്കിലും അവൾ അവരെ തള്ളി മാറ്റി. നീ അങ്ങോട്ട് പോകല്ലേ മോളെ. അവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടതാണെങ്കിൽ അത് അവർ തന്നെ തീർത്തോളും. നീ അതിനിടയിൽ പോയി തലയിടല്ലേ. മാറി നിൽക്കുക അങ്ങോട്ട്. അയാൾ അമ്മയുടെ മോളെ കൊന്നു കളഞ്ഞാലും അമ്മ ഇത് തന്നെ ജപിച്ചുകൊണ്ടിരുന്നോണം. സുനിത ചെന്ന് ശ്രീലേഖയുടെ മുറിവാതിലിൽ ശക്തമായി തട്ടി. ഓടാമ്പൽ ഇട്ടില്ലാത്തതിനാൽ വാതിൽ പാളി ഒരു വശത്തേക്ക് തുറന്നു. അകത്തെ കാഴ്ച കണ്ട് അവൾ അമ്മയെ ഓടിവായോ എന്ന് നിലവിളിച്ചും കൊണ്ട് അകത്തേക്ക് പാഞ്ഞു. ശ്രീലേഖയുടെ കഴുത്തിലൂടെ അവളുടെ മുടിയിട്ട് ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു ശ്യാം സുന്ദർ. ശ്യാമേട്ടാ, ഒന്നും ചെയ്യല്ലേ ചേച്ചിയെ, ഒന്നും ചെയ്യല്ലേ ശ്യാമേട്ടാ. സുനിത ചെന്ന് അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്കതിനുള്ള ശക്തി പോരായിരുന്നു. സരോജിനമ്മ കൂടി ഓടി വന്നതോടെ അവിടെ കൂട്ട നിലവിളിയായി. എടാ വിടടാ, എൻ്റെ കൊച്ചി ചത്തുപോകുമെടാ ശ്യാമേ, സരോജിനമ്മ കെഞ്ചി. അതിനിടയിൽ എങ്ങനെയോ സുനിതയ്ക്ക് അവൻ്റെ ഒരു കൈ വിടുവിക്കാൻ കഴിഞ്ഞു. മാറി നിൽക്ക്. അവൾ അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. അല്പം ശ്വാസമെടുക്കാൻ കഴിഞ്ഞതോടെ ശ്രീലേഖ ചുമയ്ക്കാൻ തുടങ്ങി. സുനിത അവൻ്റെ മറുകൈ ശ്രീലേഖയുടെ മുടിയിൽ നിന്നും വിടുവിച്ചെടുത്തു. നിങ്ങളെന്താ ഈ ചെയ്തത്? ഭ്രാന്താണോ ശ്യാമേട്ട നിങ്ങൾക്ക്? എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? നിന്റെ ചേച്ചി കൊല്ലും ഞാൻ അവളെ. എൻ്റെ മുഖത്തടിച്ച അവളെ ഞാനിനി ജീവനോടെ വെച്ചേക്കില്ല, നോക്കിക്കോ. അവൻ സുനിതയെ നോക്കി വെല്ലുവിളിക്കും പോലെ പറഞ്ഞു. പിന്നെ കൊല്ലും, ഞൊട്ടും ശ്യാമേട്ടൻ. അതിനല്ലയോ ചേച്ചിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത്? ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണും. അഴിഞ്ഞാട്ടത്തിന് മാസ്റ്റർ ഡിഗ്രി എടുത്ത നീ ഇതേ പറയത്തുള്ളൂടി. അവിടെ അനിയത്തിയല്ലേ നീ, അവളെ കണ്ടല്ലേ നീ പഠിച്ചത്? ആഹാ, മുഖത്തടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നാണമില്ലല്ലോ ശ്യാമേട്ട നിങ്ങൾക്ക്? ബാക്കി എന്തോ പറയാൻ വന്നത് സുനിത വിഴുങ്ങിക്കളഞ്ഞു. സരോജിനിയമ്മ ശ്രീലേഖയെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. സുനിത നോക്കി നിൽക്കെ ശ്യാം സുന്ദർ ചെന്ന് ഷർട്ട് എടുത്തിട്ടു. അവൻ മേശപ്പുറത്ത് തിരയുന്നത് ബൈക്കിൻ്റെ കീയാണെന്ന് അവൾക്ക് തോന്നി. എവിടെ നിന്നോ അവനത് തപ്പിയെടുത്തു. അനന്തരം അവൻ നടന്നു സുനിതയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിലേക്ക് പകയോടെ നോക്കിക്കൊണ്ട് അവൻ അടിയേറ്റ കവിൾ തടവി. പറഞ്ഞേക്ക് തീർന്നിട്ടില്ലെന്ന്. ശ്യാം സുന്ദർ മടങ്ങി വരുന്നത് കാത്തിരുന്നോളാൻ പറഞ്ഞേര് ആ ഉരുമ്പെട്ടവളോട്. സുനിതയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു നടന്ന് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പറഞ്ഞതൊരു ഭീഷണിയല്ല, മറിച്ച് ഒരു വിധിവാക്യമാണെന്ന് സുനിതയ്ക്ക് തോന്നിയത്. അല്പസമയത്തിനകം മുറ്റത്ത് വെച്ചിരുന്ന ബൈക്ക് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോകുന്ന ഒച്ചയും അവൾ കേട്ടു. തുടരും കഥയുടെ അടുത്ത ഭാഗം.